ക്രിസ്ത്യാനോ റൊണാൾഡോയെ ആദരിക്കാനൊരുങ്ങി യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ ക്രിസ്ത്യാനോയെ ആദരിക്കാനൊരുങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ നമ്മളെ യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ നറുക്കെടുപ്പ്, ആദ്യഘട്ട ഗ്രൂപ്പിൻ്റെ നറുക്കെടുപ്പ് ഈ വ്യാഴാഴ്ച നടക്കുന്നുണ്ട്. അതിലാണ് ക്രിസ്ത്യാനോയെ ആദരിക്കാൻ വേണ്ടിയിട്ട് യുവേഫ ഒരുങ്ങിയിട്ടുള്ളത്. ചാമ്പ്യൻസ് ലീഗ് കിങ് ക്രിസ്ത്യാനോനെ ചാമ്പ്യൻസ് ലീഗ് കിങ് എന്ന് വിളിക്കാം. അതേമാതിരി അദ്ദേഹം കളിച്ച റയലിനെ ചാമ്പ്യൻസ് ലീഗ് കിങ്സ് എന്ന് വേണമെങ്കിൽ വിളിക്കാം അല്ലേ. അതാണല്ലോ രണ്ടാളി ലെവല്. ക്രിസ്ത്യാനോക്ക് റയലിലുണ്ടായ സമയത്ത് ചാമ്പ്യൻസ് ലീഗ്, റയലിന് പിന്നെ ചാമ്പ്യൻസ് ലീഗിൽ ക്രിസ്ത്യാനോ വേണമെന്നൊന്നുമില്ല. ചാമ്പ്യൻസ് ലീഗ് ടൂർണമെൻറ്റ് നടക്കുന്നുണ്ടോ അവിടെ റയൽ അവരുടേതായിട്ടുള്ള നേട്ടങ്ങൾ നേടിയിരിക്കും, നേട്ടങ്ങൾ കൊയ്തിരിക്കും. അതാണ് അവരുടെ ലെവല്. ചാമ്പ്യൻസ് ലീഗിൽ അവർക്ക് പ്രത്യേക ഒരു പവറാണ്. ചിലപ്പോൾ ലീഗ് കപ്പ് പോയാലും ചാമ്പ്യൻസ് ലീഗ് എടുത്തിരിക്കും. അതാണ് അവരുടെ ലെവല്. അപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് കിട്ടുന്ന ഒരു അംഗീകാരമാണ് ഇപ്പോൾ യുവേഫ പുറത്തു വിട്ടിരിക്കുന്ന ഒരു ലേറ്റസ്റ്റ് അപ്ഡേഷനാണ്. അപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോ ഇപ്പോൾ അൽ നസറിൽ സൗദിയിൽ അൽ നസറിന് വേണ്ടിയിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെയും അത്യാവശ്യം ഗോൾ സ്കോറിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈയിടെ എന്താ പറയുക, കുറച്ച് അല്ലറ ചില്ലറ സംസാരം പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി. കാരണം കളിക്കാരെ ഒന്നും കളിക്കണില്ല, കളിക്കിറങ്ങാൻ ഉറങ്ങുകയാണ്. അങ്ങനെയുള്ള പ്രവൃത്തിയൊക്കെ അദ്ദേഹം ഗ്രൗണ്ടിൽ നിന്ന് അൽ ഹിലാൽ അൽ നസർ സൂപ്പർ കപ്പ് ഫൈനലിനിടെ അദ്ദേഹം കാണിച്ചിരുന്നു. ഗ്രൗണ്ടിൽ നിന്ന് അല്ലറ ചില്ലറ കൈകൊണ്ടും കാലുകൊണ്ടൊക്കെ. അത് ഭയങ്കര വിവാദമായിരുന്നു ആ ഒരു കാട്ടിക്കൂട്ടലൊക്കെ. അദ്ദേഹം എന്താ പറയുക, അങ്ങനെ തന്നെയാണ്. എന്തെങ്കിലുമൊക്കെ മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ അത് ഒന്നുമില്ലെങ്കിൽ സംസാരിച്ച് പുറത്ത് കാണിച്ചു, അല്ലെങ്കിൽ ഇതേമാതിരി ആദ്യം കാണിച്ചിട്ടോ, അല്ലെങ്കിൽ അദ്ദേഹം ദേഷ്യപ്പെട്ടിട്ടോ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടും. നമ്മളെ മെസ്സിൻ്റെ മാതിരിയൊന്നുമല്ല. മെസ്സി അറിയുമ്പോൾ എല്ലാം സൗമ്യമായിട്ട് പരിഹരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു നിഷ്കളങ്കമായ സ്വഭാവമുള്ള ആളാണല്ലോ അല്ലേ. മെസ്സി വേറെ ക്യാരക്ടർ, റൊണാൾഡോ വേറെ ക്യാരക്ടർ. രണ്ടും രണ്ട് ഐറ്റാണല്ലോ. രണ്ടും ഓപ്പോസിറ്റ് കളിക്കുകയാണെന്നുണ്ടെങ്കിൽ എൽ ക്ലാസിക്കൊക്കെ റയലും വൈസിയും വരുമ്പോൾ മെസ്സിയും റൊണാൾഡോക്ക് ഓപ്പോസിറ്റ് വരുമ്പോൾ, അല്ലാന്നുണ്ടെങ്കിൽ മെസ്സിൻ്റെ ഗ്രൗണ്ടിൽ പോയിട്ട് റൊണാൾഡോ ജെയ്സി പൊക്കിയ സീന്, റൊണാൾഡോൻ്റെ ഗ്രൗണ്ടിൽ വന്നിട്ട് മെസ്സി ജെയ്സി ഗോൾ അടിച്ചിട്ട് ജെയ്സി പൊക്കിയ സീന്, ആ ഒരു കാലഘട്ടമൊക്കെ അവർക്ക് എപ്പോഴും ഓർമ്മിക്കുമ്പോൾ അങ്ങനത്തെ ഒക്കെ കാലഘട്ടം ഇനി വരില്ലല്ലോ എന്ന് ആലോചിക്കുകയാണ്. കാരണം ഇവരൊക്കെ കരിയർ അവസാനിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ളത് എംബാപ്പെ, വിനീഷ്യസ്, റോഡ്രിഗോ, ഹാളണ്ട് പോലുള്ള താരങ്ങളാണ്. പ്ലേയേഴ്സൊക്കെ ഇനിയും വരും. പക്ഷേ നമുക്ക് ഇഷ്ടപ്പെട്ട, അല്ലെങ്കിൽ നമ്മളൊക്കെ കളി കണ്ടു വന്ന, അല്ലെങ്കിൽ അത്രയും ഉന്മേഷത്തോടു കൂടി ഓരോ കളികളും വെയിറ്റ് ചെയ്ത് കണ്ടിരുന്ന ഓരോ കളികൾ, അല്ലെങ്കിൽ ഓരോ താരത്തിൻ്റെ മത്സരങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ ഒരു കാലഘട്ടമൊക്കെ നമുക്ക് ഇനി ഭയങ്കര മിസ്സിങ് ആക്കണം എന്നുള്ളൊരു ചിന്താഗതിയൊക്കെ വരികയാണ്.